നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള സെമി ഫൈനൽ ലൈനപ്പായിരുന്നു നിലമ്പൂരിലേത്. ആൾക്കൂട്ടത്തിനിടയിൽ ഓരോ സ്ഥാനാർത്ഥിയും തലയെടുപ്പോടെ നിന്നു. മൂവർണ്ണക്കൊടിക്ക് നടുവിൽ UDFന്റെ സാരഥിയായി ആര്യാടൻ ഷൗക്കത്ത് മുന്നിലുണ്ട്. വിവാദങ്ങൾക്ക് നടുവിലും വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ആദ്യം മുതൽ ഞങ്ങൾ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. ഓരോ ദിവസം കഴിയും തോറും അത് കൂടുതൽ ശക്തിപ്പെട്ടു വരുന്നു. ഈ അവസാന റൗണ്ടിൽ നല്ല ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. നൃത്തവും നാടൻ പാട്ടും കോൺഗ്രസ് ക്യാമ്പിനെ ഹരം കൊള്ളിച്ചു. തേക്കിൻകാട്ടിലെ പച്ചപ്പിനേക്കാൾ നിറമായിരുന്നു നിലമ്പൂർ നഗരത്തിലെ ചുവപ്പിന്. നിലമ്പൂർ ഇന്നോളം ഇതുപോലെ ഒന്നും കണ്ടിട്ടില്ല. സമുദ്ര സമാനമായ ഒന്നാണിത്. ഒരു മനുഷ്യ കടലാണ്. നിലമ്പൂര് വിധി എഴുതാൻ ഒരുങ്ങിയെന്നും ഇടതുപക്ഷത്തിന് ചരിത്ര വിജയം സമ്മാനിക്കുമെന്നുള്ളതിന്റെ ഒരു സാക്ഷ്യപത്രമായിട്ടാണ് ഈ മഹാജനസഞ്ചയത്തെ കാണുന്നത്. വോട്ടുവേട്ടയ്ക്ക് BJPയും സജ്ജമെന്ന് തെളിയിച്ചു കൊട്ടിക്കലാശം. കൊട്ടിക്കലാശത്തിനിറങ്ങാതെ അവസാന വോട്ടും തേടിയുള്ള പ്രചാരണത്തിലായിരുന്നു PV അൻവർ. എന്ത് കൊടുങ്കാറ്റ് വന്നാലും വോട്ട് ചെയ്യിക്കാനുള്ള സംവിധാനം എല്ലാ ബൂത്തിലും നമ്മൾ പ്രവർത്തകർ സജ്ജമാക്കിക്കൊണ്ടിരിക്കും. പുഴ നിറഞ്ഞൊഴുകിയാൽ വോട്ട് വരെ ഏൽപ്പിച്ചിട്ടുണ്ട്. നിശബ്ദ പ്രചാരണ ദിനത്തിൽ പരമാവധി വോട്ടുകൾ ഉറപ്പിക്കാനാണ് സ്ഥാനാർത്ഥികളുടെ അടുത്ത നീക്കം. ഒരു രാത്രി കൂടി ഇരുട്ടി വെളുക്കുമ്പോൾ പുതിയ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാൻ നിലമ്പൂർ മണ്ഡലം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങും. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.